ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഞാനിന്ന് വന്നേക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള എഗ് പപ്സ് ഓവനൊന്നും ഇല്ലാണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള റെസിപ്പി ആയിട്ടാണ്. സോ അതിനായി ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും യൂസ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടറിന് പകരം നമുക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡൗ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. സോ ഞാനിവിടെ നന്നായിട്ട് നമ്മുടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഓയിലും കൂടെ തടവി കൊടുക്കുന്നുണ്ട്. കാരണം അത് പൊന്തി വരുമ്പോൾ പാത്രത്തിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മസാലയ്ക്ക് വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ചെറിയ വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം, അവരവരുടെ എരിവിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇവിടെ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അത് വഴറ്റുക. ഉള്ളിയുടെ നിറം ഒന്ന് മാറി തുടങ്ങുമ്പോഴത്തേനും നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കാം. ഇതിലേക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അതിൻ്റെ രണ്ടിൻ്റെയും പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 2 നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു 2 നുള്ള് ഗരം മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യുന്നത്. അതൊരു 1/4 ടീസ്പൂണാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു നല്ല നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് മസാലയ്ക്ക്. അപ്പം ഈ മസാലയൊക്കെ ഒന്ന് മൂക്കുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാല റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. മസാല തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് 2 പുഴുങ്ങിയ മുട്ടയാണ്. അത് പകുതിയായിട്ടാണ് ഞാൻ പപ്സിൽ വെക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അരമണിക്കൂറിന് ശേഷം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. സോ ഈ മാവ് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. നന്നായിട്ട് നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മൈദ വിതറി കൊടുക്കുന്നുണ്ട്. കാരണം പരത്തുന്ന സമയത്ത് മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഞാനിവിടെ നന്നായിട്ട് അത് പരത്തി നല്ല തിന്നായിട്ട് നന്നായിട്ട് പരത്തിയെടുക്കട്ടെ. അപ്പോൾ അതാ ഞാൻ നല്ല തിന്നായിട്ട് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ മൈദ വിതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് 4 തവണയായിട്ട് മടക്കി എടുക്കുന്നുണ്ട്. കാരണം നമ്മൾ പപ്സ് കഴിക്കുമ്പോൾ അതിന് കുറേ ലെയേഴ്സ് കാണാമല്ലോ, അങ്ങനെ ലെയേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എഡ്ജൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നല്ല സ്ക്വയർ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ 4 പപ്സാണ് ഉണ്ടാക്കുന്നത്. സോ ഞാൻ 4ആയിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഷീറ്റ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 1 ടീസ്പൂൺ മൈദയും അതിലേക്ക് ഒരു 3 ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്ത് ഒരു പശ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ പപ്സ് എങ്ങനെ മടക്കുന്നതെന്ന് കാണിച്ചു തരാം. ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ നടുക്കിലേക്ക് ഒരു മസാല, ഒരു 2 ടീസ്പൂൺ മസാല വെച്ചിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ടയുടെ പകുതി അതിലേക്ക് വെച്ചിട്ട് കോണായിട്ടുള്ള സൈഡ്സാണ് നമ്മൾ ആദ്യം മടക്കുന്നത്. അപ്പം ഓരോ ഷീറ്റ് വെക്കുമ്പോഴും അതിൻ്റെ അടിയിൽ നമ്മൾ മൈദയുടെ പേസ്റ്റ് തേക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഒട്ടിയിരിക്കും. അപ്പോൾ ഇതുപോലെ ഓരോ പപ്സും മടക്കിയെടുക്കാം. അപ്പോൾ ഞാനിതാ 4 പപ്സും ഒരേപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പപ്സ് നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുട്ടയുടെ ഉണ്ണി കൊണ്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ പപ്സും നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ കുക്കറിലാണ് നമ്മുടെ പപ്സ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ കുക്കർ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമ്മുടെ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഓരോന്നായിട്ട് നമ്മുടെ പപ്സ് വെച്ച് കൊടുക്കാം. അവിടെ ഞാൻ 4 പപ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കുക്കർ അടച്ചു കൊടുത്തിട്ട് ഒരു 4 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പം ഞാൻ വിസിലിട്ടിട്ടുണ്ടായിരുന്നു, പറയാൻ മറന്നുപോയി. അപ്പം 4 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മുടെ എല്ലാ പപ്സിൻ്റെയും ഒരു സൈഡ് നന്നായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട്
മറ്റേ സൈഡ് കൂടെ നമുക്ക് വേവിക്കാം. വീണ്ടും അടച്ചു വെച്ചതിന് ശേഷം നമുക്കൊരു 4 മിനിറ്റ് നേരം കുക്ക് ചെയ്യാം. അപ്പം 4 മിനിറ്റിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ തുറന്ന് നോക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ പപ്സ് ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഉള്ളൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും നല്ല ലെയറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.